ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ് ഫിറ്റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സൈഡൊക്കെ അളവിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടക്കൊക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗങ്ങൾ കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. കൂടുതൽ ആൾക്കാരും പറയാറുണ്ട് ഈ ഒരു സൈഡ് ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഒരുപോലെ കിട്ടുന്നില്ലെന്ന്. എന്നാൽ നമ്മുടെ ഈ ഒരു കൈക്കുഴിയും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്ന ഈ ഒരു റഗാൾ ഭാഗത്ത് വരുന്ന ടക്കൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെയും ഈ ഒരു ജോയിൻ്റ് ഭാഗത്ത് നമ്മുടെ അളവിനനുസരിച്ചുള്ള ആ ഒരു മാർക്കിങ് കറക്റ്റായിട്ട് കിട്ടും. സ്ലീവ് കേട്ടോ, നമ്മുടെ ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്, എന്നാൽ നമ്മളിത് ബാക്ക് ഭാഗമാണ്. ഇവിടെ നമുക്ക് അല്പം പീസ് കുറവുണ്ട്, തുണി അല്പം കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഇതുപോലെ വന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ജോയിൻ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്, എന്നാൽ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ജോയിൻ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയുടെ താവുവശം കണ്ടോ, നമ്മൾ സാധാരണയായി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്, എന്നാൽ ഇവിടെ നമുക്കിതൊരു കരഭാഗമാണുള്ളത്, നമ്മുടെ തേര് വശമാണുള്ളത്. അപ്പോൾ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എത്രയാണോ ലെങ്ത്ത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മുകളിൽ വരുന്ന തുന്നത്തുണിയും കൂട്ടി ഇതുപോലെ മടക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഹെമ്മിങ് ചെയ്യാൻ നമ്മൾ ഈ ഒരു കരവശമാകുന്നത് കൊണ്ട് തന്നെ നമുക്കിത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതില്ല. ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവാണിത്. അപ്പോൾ ഇവിടെയും ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്തൊക്കെ നമ്മളൊരു രണ്ട് ഭാഗത്തും നമ്മൾ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് നമ്മുടെ രണ്ട് സ്ലീവിൻ്റെയും. ഇനി നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം കണ്ടോ ഇതുപോലെ സ്ലീവിനെ ഇവിടെ സെൻറ്റർ ഭാഗം ഇവിടെ വെച്ചുകൊണ്ട് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടോ ഇതുപോലെ വെക്കുന്നു. നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മുടെ ഈ ബോഡിയുടെ ഫ്രണ്ട് ഭാഗം വെച്ചുകൊണ്ട് കറക്റ്റ് നമ്മളിവിടെ കറക്റ്റായി തുന്നി പിടിക്കുക. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ലീവോ അതുപോലെ തന്നെ നമ്മൾ റഗാളിൻ്റെ പീസോ വലിക്കുവാനോ അതുപോലെ തന്നെ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല. കറക്റ്റായിട്ട് നമ്മൾ പിടിച്ചാൽ നമ്മുടെ കട്ടിംഗ് ഒക്കെ കറക്റ്റാണെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും നമ്മുടെ ബോഡി മാർക്കിങ്ങും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇവിടെയാണ് നമ്മുടെ ആ ഒരു മാർക്കിംഗ് വരുന്നത്. നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ കണ്ടോ നമ്മുടെ ആ സൈഡ് പീസൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും. നമ്മുടെ മാർക്കിംഗ് ഒക്കെ കറക്റ്റായി കിട്ടും. ഇനി നമ്മളിവിടെ ഈ ഒരു ഫ്രണ്ട് കണ്ടോ നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് എല്ലാ സ്ഥലത്തും ഒരേപോലെ തുന്നത്തുണി പിടിച്ചാൽ മതി. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് കണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെച്ചുകൊണ്ട് സ്ലീവാണ് പിന്നീട് മുകൾ ഭാഗത്ത് വരിക. ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. എന്നാൽ ഇവിടെ കണ്ടോ അല്പം തുണി കുറവാണ്, അത് നമ്മൾ നിങ്ങളോട് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് അവിടെയും തുണി കുറവ് വരും, എന്നാലും നമ്മുടെ ആ ഒരു തോൾ വശത്ത് വരുന്ന ആ ഒരു മാർക്കിങ് കറക്റ്റായിട്ട് കിട്ടും. ആ ഒരു മാർക്കിംഗ് വരെ നമുക്ക് തുണിയുണ്ട്, അതിനുശേഷമാണ് നമുക്ക് അല്പം തുണി കുറവ് വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കുക. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചും കൊടുക്കണം. കണ്ടോ നമ്മുടെ ഈ ഒരു സ്ലീവ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് കണ്ടോ രണ്ടാമത്തെ സ്ലീവിൻ്റെ കണ്ടോ ഫ്രണ്ട് വശം ഇവിടെ ഇതുപോലെയാണ് വരുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ സ്ലീവിൽ നമ്മൾ ഫ്രണ്ട് വശത്തേക്കാണ് നമ്മൾ തയ്ച്ചെടുത്തത്, എന്നാൽ രണ്ടാമത്തെ സ്ലീവിൽ കണ്ടോ നമ്മൾ ബാക്ക് വശത്തേക്കാണ് തയ്ച്ചെടുക്കുന്നത്. നമുക്ക് ഇതുപോലെയാണ് നമുക്ക് തയ്ക്കാൻ കിട്ടുക. ഒരു സ്ലീവ് ഫ്രണ്ട് വശത്തേക്കാണ് തയ്ച്ചെങ്കിൽ രണ്ടാമത്തെ സ്ലീവ് ബാക്ക് വശത്തേക്കാണ് തയ്ക്കാൻ ഇതുപോലെ കിട്ടുക. കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് നമ്മുടെ സ്ലീവിനെ തിരിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുന്നു. രണ്ട് സ്ലീവ് നമുക്ക് മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയും നമ്മളൊരു സ്റ്റിച്ച് കൂടി ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേട്ടോ നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
കണ്ടോ നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ബാക്ക് സെൻറ്റർ വശം ഇവിടെയാണ്. അപ്പോൾ നമുക്ക് 26 ഇഞ്ചാണ് നമ്മുടെ ഇടുപ്പളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 13 ഇഞ്ച്. അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ നമ്മൾ ഉൾവശത്ത് കാണുന്നതുകൊണ്ട് നിങ്ങൾ ആ ഒരു നമ്മുടെ അളവിന് വേണ്ടി മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിങ്ങിൻ്റെ കലകൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. രണ്ട് ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഇവിടെ കണ്ടോ ഹൂക്ക് വെക്കുന്ന ഭാഗത്ത് ഇവിടെ കറക്റ്റായി നമ്മുടെ ഇതുപോലെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു സൈഡിൽ നിന്ന് തന്നെ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ലൂപ്പ് തയ്ക്കുന്ന ഭാഗമാണിത്, ലൂപ്പ് തുന്നുന്ന ഭാഗം. ഇവിടെ നമ്മൾ ആണ്ടോ ഈ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഈ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്, ലൂപ്പ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന്. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. കണ്ടോ ആ ഒരു മാർക്കിംഗ് സ്ഥലത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ വെച്ചുകൊണ്ട് കണ്ടോ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു ജോയിൻ്റ് വശമൊക്കെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ഇവിടെ സ്ലീവിനെ ഇതുപോലെ മടക്കുന്നു. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ താഴെയുള്ള ലൂസ് നമുക്ക് 8.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 4.25 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മൾ ആ ഒരു ചോക്ക് മാർക്കിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെ കറക്റ്റ് പിടിച്ചാൽ നമ്മൾ കണ്ടോ ആ ഒരു മാർക്കിംഗ് കണ്ടോ മാർക്കിംഗ് രണ്ട് മാർക്കിങ്ങിലും കറക്റ്റായിട്ട് വരുന്നത് കണ്ടോ നമ്മൾ. ഇനി ആ ഒരു പീസിനെ നമ്മൾ ബാക്കിൽ ഹെമ്മിങ് ചെയ്യാനുള്ള ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിക്കൊണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇവിടെ കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു മാർക്കിങ്ങിൽ കൊടുക്കുക. ഇതുപോലെ രണ്ട് മാർക്കുകളും കറക്റ്റ് ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് ഇതുപോലെ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ നമ്മുടെ സൈഡ് വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. നമ്മുടെ ആ ഒരു റഗാളിൻ്റെ ഭാഗത്തുള്ള കണ്ടോ ആ ഒരു ജോയിൻ്റ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ പിടിച്ചുകൊണ്ട് ഇവിടെയും കണ്ടോ നമ്മൾ ആ ഒരു മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. കണ്ടോ ഇതുപോലെ മടക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് ചെയ്യുന്നു. ഇതുപോലെ കണ്ടോ നമ്മുടെ ആ ഒരു തോളിൻ്റെ ഭാഗത്ത് നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ചുള്ള മാർക്കിങ്ങിലൊക്കെ കറക്റ്റായിട്ട് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കിവിടെ നമ്മുടെ ഇടുപ്പളവെന്ന് അളന്ന് നോക്കാം. നമുക്ക് 26 ഇഞ്ചാണ് കിട്ടേണ്ടത്. നമുക്ക് ഇതുപോലെ അളന്ന് നോക്കിയാൽ കണ്ടോ ഇതുപോലെ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കണ്ടോ അല്പം കൂടുതൽ കിട്ടുന്നുണ്ട്. 26.25 ഇഞ്ചോളം വരുന്നുണ്ട്. ഇവിടെ ഒരു 1/4 ഇഞ്ചോളം കൂടുതലുണ്ട്. അത് നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്തുകൊണ്ട് നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ നമുക്ക് ചെസ്റ്റ് അളവ് 31 ഇഞ്ചായിരുന്നു. നമ്മൾ സാധാരണ നമ്മൾ 4 ഇഞ്ച് കൂട്ടുകയാണ് കട്ടിങ് സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 35 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ പിടിക്കുക. കണ്ടോ നമുക്ക് ആ ഒരു അളവ് കിട്ടിയതാണ് 35 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ കട്ടിങ്ങും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്തുള്ള മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് സൈഡിൽ കൂടി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ കണ്ടോ നമുക്ക് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ ഇവിടെ നമുക്കൊന്ന് ഓവർലോക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാം. എന്നാൽ നമ്മുടെ ഈ ഒരു സാധാരണ തുണിയിൽ സ്റ്റിച്ച് ചെയ്തതാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൈഡ് ഭാഗത്തുള്ള നൂല് ഒന്ന് വലിഞ്ഞു പോവുകയോ ചെയ്യുകയുമില്ല. അതുപോലെ തന്നെ നമുക്ക് അല്പം ഇവിടെ കണ്ടോ ഒന്ന് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്ലീവും ബോഡി ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റഗാൾ നമ്മുടെ ഈ രണ്ട് റഗാളും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ നമ്മുടെ ആ റഗാളിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഈ ഷോൾഡർ ഭാഗത്തൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി